അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് ദൃശ്യത്തിന്റെ 3rd ഇൻസ്റ്റാൾമെന്റ് ദൃശ്യം 3 ഇന്ന് റിലീസ് ചെയ്തു. ദൃശ്യത്തിനെ പറ്റി കൂടുതൽ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദൃശ്യം 1 ആണെങ്കിലും 2 ആണെങ്കിലും എല്ലാവരുടെ ഫേവറേറ്റ് ലിസ്റ്റുള്ള മൂവിയാണ്. ദൃശ്യം 2 തിയേറ്ററിലല്ല റിലീസ് ചെയ്ത, നേരെ OTT റിലീസ് ആയിരുന്നു. കൊറോണ ഇഷ്യൂസ് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൃശ്യം ദ ഗോട്ട് ഐറ്റം, ഒന്നും പറയാനില്ല. എന്താ പറയാ, ദ ക്ലാസിക് ഐറ്റം ആണ് ദൃശ്യം 1 എന്ന് പറയുന്നത്. ദൃശ്യം 2 അതിന്റെ എന്താ പറയാ, അതിന്റെ ആ ഒരു മോശമാക്കാതെ, ദൃശ്യത്തിന്റെ 1 മോശമാക്കാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും കിടിലം ഗൂസ് ബംസും നമുക്ക് അത്രയും എന്താ പറയാ ഒരു സീറ്റഡ് ത്രില്ലിംഗ് തന്ന സാധനമാണ് ദൃശ്യം 2 എന്ന് പറയുന്നത്. അത് തിയേറ്ററിൽ ഇറക്കാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു 3rd ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഒരു പടം വരുമ്പോൾ അത്രയും പ്രതീക്ഷ നൽകും. മെയിൻ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. ദൃശ്യം 2 നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി അതിൽ ചെയ്യാനായിട്ട് അവർക്ക് ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ജിത്തു ജോസഫ് ചിന്തിച്ച് തുടങ്ങുകയാണ്. കാരണം അത് വേറെ ട്രാക്കിലൂടെയാണ് ദൃശ്യം 3 പോകുന്നത്. അത് വേറെ ട്രാക്കിലൂടെ അവർ കേസ് അന്വേഷണവും കാര്യങ്ങളും എല്ലാം പോകുന്ന ഒരു വേറെ ട്രാക്കിലൂടെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇതിലാണ് സിനിമ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ, ലാലേട്ടന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. അത്രയും കിടിലം പെർഫോമൻസ് ആണ് പുള്ളിക്കാര സിനിമയ്ക്കകത്ത്. എന്താണ് വിരലുകൾ വരെ അഭിനയിക്കുക എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ആ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു പടം. കാരണം ക്ലൈമാക്സ് ഒക്കെ എന്റെ മോനെ അറിയാമല്ലോ, ജിത്തു ജോസഫിന്റെ മെയിൻ പരിപാടി ക്ലൈമാക്സിലാണ്. ഇതിലും ആ കണക്കുള്ളൊരു എന്താ പറയുക, നമുക്ക് അത്രയും ഒരു എക്സൈറ്റ്മെന്റും നമുക്കൊരു സസ്പെൻസും തരുന്ന കിടിലം ക്ലൈമാക്സ് ആണ്. പിന്നെ സെക്കൻഡിൽ നിന്നൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, സെക്കൻഡിൽ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഡ്രമാറ്റിക്കും ഒരു സീരിയൽ മൂഡ് എന്നൊക്കെ പറഞ്ഞ ആ രീതിക്കാണ് സിനിമ പോകുന്നത് സെക്കൻഡ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അത്യാവശ്യം നല്ല ത്രില്ലിങ് തന്നാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. കാരണം അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ത്രില്ലിംഗ് ആയിട്ട് ആ ഒരു എന്താണ് നടക്കാൻ പോകുന്നത്, അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് സംഭവം എന്നറിയാതെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തന്നാണ് ആ സിനിമ പോകുന്നത്. പുള്ളി എങ്ങനെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്കറിയില്ല. പുള്ളി ശരിക്കും ഒരു ക്ലാസിക് ക്രിമിനലാണ്. ശരിക്കും ഇതുപോലത്തെ ഒരു ബോഡി വല്ലതും കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെയാണ് തോന്നുന്നത്. ആ രീതിക്കാണ് പുള്ളി ഓരോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ത് കിടില ഒരു ക്രാഫ്റ്റ്മാൻ എന്നറിയോ ജിത്തു ജോസഫ്. കാരണം ദൃശ്യം എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ടെറിട്ടറിയാണ്. അത് പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിക്ക് പുള്ളി അത് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ട്, കുറെ നല്ല കിടിലം പെർഫോമൻസ് ആണ്. അതിൽ എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. മുരളി ഗോപി, പിന്നെ ആശാ ശരത്ത്, സിദ്ദിഖ്, എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഇതിലെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ആണ് ഈ സിനിമയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ക്യാരക്ടർ ചേഞ്ച് ആണ്. അതാണ് ആ സിനിമയെ അത്രയും മനോഹരമാക്കുന്നത്. ആ ദൃശ്യം 3 എന്ന് പറയുന്ന സംഭവം ആ സിനിമയാക്കുന്നത് ആ ക്യാരക്ടർ ചേഞ്ച് ആണ്. അതാണ് ആ ജിത്തു ജോസഫ് അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സിന്റെ ഓരോ വ്യത്യാസങ്ങളും അവരുടെ ചേഞ്ചസും കാര്യങ്ങളാണ് ആ സിനിമയ്ക്ക് അത് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ആ സിനിമ അത്രയും എന്താ പറയാ ഒരു ക്ലാസിക് ആക്കുന്നത്. ആ സിനിമയെ തുടക്കത്തില് എന്താ പറയാ, തുടക്കം ഡ്രമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. എന്നാൽ പോലും ഇടയ്ക്ക് കുറെ ത്രില്ലിംഗ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇന്റർവൽ ബ്ലോക്ക് കൊണ്ട് നിർത്തുന്നതൊക്കെ അടിപൊളിയാണ്. അതിൽ നിന്ന് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അറിയാമല്ലോ, സെക്കൻഡ് ഹാഫിലാണ് ദൃശ്യം ഇറങ്ങിയ 2 സിനിമയ്ക്കകത്തും സെക്കൻഡ് ഹാഫിലാണ് അതിന്റെ ആ ഒരു ഇത് കൊടുക്കുന്നത്. അത്രയും നമ്മൾ ആ ഒരു എനർജറ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് ആ ഒരു ത്രില്ലിംഗ് തരുന്നത് സെക്കൻഡ് ഹാഫാണ്. അത് ഈ ദൃശ്യം 3യിലും അത് കറക്റ്റ് വർക്കായിട്ടുണ്ടെന്നാണ് സത്യം. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിന്റെ എല്ലാം മീൻസ് ആ ഒരു കേസിന്റെ ആ ഒരു സംഭവത്തിലേക്ക് ആ തുടക്കത്തിൽ കാണിച്ച കുറെ സംഭവത്തിന്റെ ക്ലാരിറ്റി അതിൽ തരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്നുള്ള ക്ലാരിറ്റി തരുന്നുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് വേറെ രീതിക്കാണ് ലാലേട്ടനെ അവര് കൊടുക്കാൻ നോക്കുന്നത്. രീതിക്ക് ആ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴേ അതിന്റെ സംഭവം മനസ്സിലാകത്തുള്ളൂ. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു സ്പോയിലറായി പോകും. എന്തായാലും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക സിനിമ. നല്ലൊരു ഇമോഷണലി കണക്ട് ആക്കുന്നതും ക്ലൈമാക്സ് ആണെങ്കിലും നമ്മളെ നല്ല രീതിക്ക് ഇമോഷണലി കണക്ട് ആക്കും സിനിമ. നമ്മളാ മാനസികാവസ്ഥയുടെ കടന്നു പോകും. ആ ലാലേട്ടന്റെ ഒരു മാനസികാവസ്ഥയുണ്ട് ഈ സിനിമയ്ക്ക്. ജോർജ് കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അത് ഭയങ്കരമാണ്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുക. എനിക്ക് നല്ല രീതിക്ക് വർക്കായ ഒരു മൂവിയാണ്. ഇനി എല്ലാവരും അഭിപ്രായം എനിക്കറിയില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും. കുറച്ച് നെഗറ്റീവും വരുന്നുണ്ട് സിനിമയ്ക്ക്, എനിക്കറിയില്ല. ബട്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ.